ഹലോ ഗൈസ്, ഈ വരിയായി നിരനിരയായി പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഒരു ചായ കുടിക്കാൻ പോവാണ്. അതെ, നട്ടപ്പാതിരക്ക് ചായ കുടിക്കാൻ ഒരാഗ്രഹം. വീട് ഹോസ്റ്റലിന് നിയറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വരുമ്പോൾ 5 ആളുണ്ടെങ്കിലും പിന്നീട് അത് 4 ചുരുങ്ങി. ഒരാൾക്ക് പേടി കാരണം തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഈ പൂച്ചനെ പോലെ നോക്കുന്നവളുണ്ടല്ലോ, ഇവളാണ് ഇതിൻ്റെ സൂത്രധാരി. ഇവളുടെ ആഗ്രഹമാണ് ഈ 1 മണിക്ക് ചായ കുടിക്കാൻ പോകല്. പിന്നെ പിള്ളേരെന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ വേണമല്ലോ അത് സാധിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ സമയമൊന്നും നോക്കിയില്ല, ഞങ്ങൾ മാങ്കാവ് എൻജോയിലാണ്. ഇവിടെ ഈ ഒരു ഷോപ്പ് മാത്രമേ ഈ ഒരു ടൈമിൽ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. വെറും ചായ കുടിക്കാൻ വന്ന നമ്മൾ പിന്നെ കടയിലെത്തിയതിന് ശേഷം എന്ത് കഴിക്കും എന്നുള്ള ചർച്ചയിലായി. അങ്ങനെ അവസാനം ഞങ്ങൾ ഓർഡർ അങ്ങോട്ട് കൊടുത്തു. ഇപ്പോൾ സമയം 1:30 മണി. ഇതാണ് നമ്മുടെ സ്വന്തം ഷിബുവിൻ്റെ തള്ളൽ കേട്ട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. കൂട്ടത്തിലെ മെയിൻ തള്ളിസ്റ്റാണ് നമ്മുടെ സ്വന്തം ഷിബു എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ചായ എത്തി. 3 ചായയും 1 ഹോർലിക്സാണ്. ഹോർലിക്സ് എനിക്കറിയാം. അടുത്തതായി നമ്മൾ ഓർഡർ കൊടുത്തത് ക്ലബ് സാൻഡ്വിച്ചും ആയിരുന്നു. അതും കഴിച്ച് നടക്കാത്ത ബിസിനസ്സിനെ കുറിച്ചായിരുന്നു പിന്നെ ചർച്ച. അങ്ങനെ പല ബിസിനസ്സുകളും ഞങ്ങൾ ഒറ്റ നൈറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബിസിനസ്സായി, പ്രൊമോഷനായി, സ്റ്റാർട്ടപ്പായി, ഒരുപാട് കമ്പനികൾ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ തുറന്നു. അതിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് കഴിക്കാൻ മറന്നു. ഇടയ്ക്കിടയ്ക്ക് കടക്കാരൻ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സൗണ്ട് കേട്ടിട്ട് ചിരിക്കുകയാണോ കരയാണോ, ഇവർക്ക് എന്താ പറ്റിയെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സാൻഡ്വിച്ചിന് റിവ്യൂ ഒക്കെ പറഞ്ഞു. വിശന്നത് കൊണ്ടാണെന്നറിയില്ല, എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവർക്കൊക്കെ ജസ്റ്റ് ഓക്കെ ആയിരുന്നു. അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത്. നല്ല മഴ. ഇനിയിപ്പോൾ ഓട്ടോ ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ മഴ തോരുന്ന വരെ ആ ഷോപ്പിൽ തന്നെ നിൽക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.